എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഷ്ടതയുടെ പാഠങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് അനേകരും ചോദിക്കുന്ന ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം സ്നേഹവാനാണ് എങ്കിൽ, ദൈവം സ്നേഹിക്കുവാൻ മാത്രം അറിയുന്നവനാണ് എങ്കിൽ എന്തുകൊണ്ട് ലോകത്ത് ഇന്ന് കഷ്ടങ്ങളും പ്രയാസങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകുന്ന ദൈവത്തിൻ്റെ അനേക ദാസന്മാരും ദാസികളും എന്തുകൊണ്ട് കഷ്ടതകൾ ഇന്ന് ലോകത്ത് അനുഭവിക്കുന്നു? അനേകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, സംശയത്തോട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്, എന്തുകൊണ്ട് ദൈവം സ്നേഹവാനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർ ഇന്ന് ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിക്കുന്നു? ഇവിടെ വേദപുസ്തകം നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇതേ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ കഷ്ടതയുടെ തീച്ചൂളിലേക്ക് കടത്തിവിടുന്നു? എന്ത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആ സമയത്ത് ആഗ്രഹിക്കുകയാണ്? കഷ്ടതയുടെ പാഠങ്ങൾ അതെന്തൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു കഷ്ടതയുടെ സ്കൂളിൽ നമ്മെ ദൈവം ചേർക്കുന്നതിലൂടെ നമ്മെ ബലവാന്മാരായ വിശ്വാസികളായി, യേശുവിനെ പോലെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പിതാവായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ യോഹന്നാൻ അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതായ സമയത്ത് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച മൂന്ന് അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ആ 3 പേർ ആരൊക്കെയായിരുന്നു? പത്രോസും യാക്കോബും യോഹന്നാനും. മറ്റെല്ലാവരെക്കാളും വളരെ പ്രത്യേകമായ ഒരു കരുതൽ ദൈവം ഈ 3 പേർക്കും നൽകിയിരുന്നു, യോഹന്നാനും പത്രോസിനും യാക്കോബിനും. എന്നാൽ ഇവിടെ യോഹന്നാനാണ് ഏറ്റവും അധികം കാലം ഒരുപക്ഷെ മറ്റൊരു പീഡനവുമില്ലാതെ, മറ്റൊരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ ശാരീരികമായ പീഡനങ്ങളൊന്നും ഏൽക്കാതെ മറ്റുള്ളതായ അപ്പോസ്തലന്മാരൊക്കെയും പീഡനം മൂലവും തലയറുത്തുമൊക്കെയും മരണപ്പെട്ടുവെങ്കിൽ തന്നെയും അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് ഒരു സ്വാഭാവികമായ മരണത്തെ നേരിട്ട് ഈ ലോകത്ത് മരിക്കുന്നത്. ബാക്കി എല്ലാവരും, അപ്പോസ്തലന്മാരായ ബാക്കി എല്ലാവരും മരണപ്പെട്ടത് എല്ലാം കൊലപാതകമായിരുന്നു. പീഡനത്താലാണ് അവരൊക്കെയും മരണപ്പെട്ടു പോയത്. എന്നാൽ യോഹന്നാൻ വയസ്സു ചെന്ന് വളരെ വൃദ്ധനായി തീർന്നിട്ട് അവൻ സ്വാഭാവികമായി ആരും ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം ഇട നൽകാതെ വളരെ സ്വാഭാവികമായി മരിച്ച ക്രിസ്തുവിൻ്റെ ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. മറ്റുള്ളതായ അപ്പോസ്തലന്മാരൊക്കെയും മരിച്ചു. റോമൻ ചക്രവർത്തി നോക്കിയതായ സമയത്ത് ക്രിസ്ത്യാനിത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചക്രവർത്തിമാരുടെ വർഷിപ്പിനെ കുറിച്ച്, ആരാധനയെ സംബന്ധിച്ച് വളരെയധികമായ ഒരു കാഴ്ചപ്പാട് അവിടെ ആ സമയത്ത് മനുഷ്യർക്കൊക്കെയും ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെയും രാജാവിനെ ആരാധിക്കണമെന്ന കൽപ്പന പുറപ്പെട്ടതായ സമയത്ത് രാജാവ് നോക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് അദ്ദേഹം കണ്ടു, യോഹന്നാൻ അപ്പോസ്തലൻ കാരണമാണ് ഈ സമയത്ത് ക്രിസ്ത്യാനിത്വം വളർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റാരും ബാക്കിയില്ല. ഇനി ബാക്കിയുള്ളത് യോഹന്നാൻ മാത്രമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാനെ കൊന്നുകഴിഞ്ഞാൽ, യോഹന്നാനെ പീഡിപ്പിച്ച് അവനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഈ ഒരു വലിയൊരു വിശ്വാസികളുടെ കൂട്ടത്തെ നശിപ്പിക്കുവാൻ സാധിക്കും എന്ന് ഈ രാജാവ് വിചാരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചുകൊണ്ടുവരുന്നു. എല്ലാവരും കേൾക്കെ വിളംബരം ചെയ്യുന്നു, യോഹന്നാൻ ക്രിസ്തുവിൻ്റെ പോരാളി എന്ന് എടുത്തു പറയുന്ന വ്യക്തി, അവൻ ഇന്ന് മരണം കൊടുക്കുവാൻ പോവുകയാണ്. അവൻ്റെ ദേവൻ അവനെ വിടുവിക്കുമെങ്കിൽ വിടുവിക്കട്ടെ എന്ന് ചക്രവർത്തി അവനോട് വെല്ലുവിളിക്കുകയും യോഹന്നാനെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? കാരണം ക്രിസ്ത്യാനിത്വം വളർന്നു പോകാതിരിക്കുവാനായിട്ട്, അത് വളരാതിരിക്കുവാൻ തക്കവണ്ണം രാജാവ് ആഗ്രഹിച്ചിട്ട് ഇവനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറ്റുള്ളവർ ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനോ അറിയുവാനോ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരുവാനോ തക്കണം സാധിക്കുകയില്ല എന്ന് രാജാവ് വിചാരിച്ചുകൊണ്ട് യോഹന്നാനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ആ സമയം കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യോഹന്നാനെ പിടിച്ചുകൊണ്ടുവന്നു. അനേക വിശ്വാസികൾ അത് കാണുവാനായിട്ട് കരച്ചിലോടുകൂടി നിലവിളിച്ച് കടന്നു വന്നു. യോഹന്നാൻ കൊല്ലപ്പെട്ടു പോകുമോ? ഞങ്ങൾക്ക് വചനത്തെ പറയുവാൻ തക്കവണ്ണം സാധിക്കുന്ന അധികാരമുള്ള ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് അവനോടുകൂടി ജീവിച്ച ഒരേ ഒരു അപ്പോസ്തലൻ മാത്രമാണ് നമുക്കിന്ന് ബാക്കിയുള്ളത്. വിശ്വാസികൾ നിലവിളിക്കുവാൻ തുടങ്ങി. ഇവിടെ യോഹന്നാനെ പിടിച്ചുകൊണ്ടുവരികയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ളതായ ഒരു ശിക്ഷയാണ് രാജാവ് യോഹന്നാന് നൽകിയത്. ഐതിഹ്യം പറയുകയാണ്, യോഹന്നാനെ അവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് വലിയൊരു വീപ്പയിൽ, ഒരു വലിയൊരു വാർപ്പിൽ എണ്ണ നിറച്ചതിന് ശേഷം
അവിടെ എണ്ണ തിളപ്പിക്കുവാൻ തുടങ്ങി. എത്രത്തോളം ഒരു പ്രാവശ്യം തിളയ്ക്കുമോ അതിനേക്കാളും 7 മടങ്ങ് അതിശക്തിയായിട്ട് അവർ ആ ചട്ടിയിൽ എണ്ണയെ തിളപ്പിക്കുവാൻ തുടങ്ങി. എണ്ണ തിളയ്ക്കുന്നതായ സമയത്ത് അതിൽ കുമിള വരും. പ്രിയപ്പെട്ടവരെ, ഈ കുമിള വന്ന് പൊങ്ങിത്തെറിച്ച് അടുത്തുള്ളവർക്ക് പോലും അടുത്തെത്തുവാൻ പോലും സാധിക്കാതെ വണ്ണം അത്രയും തിളച്ച് ആ എണ്ണ മറിയുവാൻ തുടങ്ങി. രാജാവ് കൽപ്പിച്ചു, ഇനി എല്ലാവരും കാണുക, യോഹന്നാനെ എണ്ണയിലേക്ക് എടുത്തെറിയുക എന്ന് രാജാവ് കൽപ്പിക്കുകയാണ്. യോഹന്നാൻ ചിരിച്ചുകൊണ്ട്, യാതൊരു പേടിയുമില്ലാതെ, ഭയം ലവലേശം പോലുമില്ലാതെ യോഹന്നാൻ ആ തിളച്ച എണ്ണയുടെ അടുത്തേക്ക് അവരേവരും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒന്ന് ഞരങ്ങുവാനോ ഒന്ന് നിലവിളിക്കുവാനോ ഒന്ന് കരയുവാൻ പോലും യോഹന്നാൻ കൂട്ടാക്കാതെ അതിലേക്ക് സന്തോഷത്തോടു കൂടി പോയി അടുക്കുകയാണ്. ഐതിഹ്യം പിന്നീട് പറയുകയാണ്, ഈ പിടിച്ചുകൊണ്ടുപോയി അവിടെ ഇടുവാൻ തക്കവണ്ണം പോയതായ ഭടന്മാർക്ക് പൊള്ളലേറ്റ് അവർ മാറി ഒഴിഞ്ഞ് ഓടിപ്പോയി എന്നും, അതേസമയം യോഹന്നാൻ ഒരു ചെറിയൊരു ചൂട് വെള്ളത്തിലിരിക്കുന്നത് പോലെ യാതൊന്നും എണ്ണയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ വണ്ണം യോഹന്നാൻ ആ ചൂട് തിളച്ച എണ്ണയിന്മേൽ ഇരുന്ന് അതിനെ പതുക്കെ കോരി കളിക്കുന്നതായിട്ടും ഐതിഹ്യം പറയുകയാണ്. അവന് തിളച്ച എണ്ണയ്ക്ക് യോഹന്നാനെ ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളെ അവൻ എല്ലാ കാലവും നടത്തും, എല്ലാ പ്രയാസം നോക്കിയും അവൻ വിടുവിക്കും. യോഹന്നാൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തിളച്ച എണ്ണയെ തിളച്ച എണ്ണ അവനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവിടെ അനുവദിക്കുന്നില്ല. മറിച്ച് യോഹന്നാൻ ആ തിളച്ച എണ്ണയിൽ ഒരു ചെറിയ വെള്ളത്തിലിരിക്കുന്നത് പോലെ അവൻ ആ ഒരു പ്രതീതിയോടുകൂടി അതിനെ അതിജീവിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. രാജാവ് പേടിക്കുന്നു, എനിക്കിവനെ എന്തു ചെയ്യുവാൻ സാധിക്കും? ഞാൻ എന്തു ചെയ്താലും ഒന്നും ഏൽക്കുന്നില്ല. ആനകളുടെ നടുവിൽ ഇട്ടുകൊടുത്താലും ആനകളൊക്കെയും യോഹന്നാനെ കണ്ട ഉടനെ അവർ സ്നേഹത്തോടു കൂടി തിരിച്ച് അവർ മടങ്ങിപ്പോകുന്നു. സിംഹങ്ങളാകട്ടെ അവരാരും യോഹന്നാനെ ഒന്നും ചെയ്യുന്നില്ല. വന്ന് കാണുന്ന മാത്രയിൽ അവനെ നക്കി തുടച്ചതിന് ശേഷം അവരൊക്കെയും മടങ്ങിപ്പോകുന്നു. ഞാനിനി എന്തു ചെയ്യും? യോഹന്നാനെ കൊല്ലുവാൻ സാധിക്കുന്നില്ല. ഇവൻ ജീവിച്ചിരുന്നാലും എനിക്ക് കുഴപ്പമാണ്, ജീവിച്ചിരുന്നില്ല എങ്കിലോ അതിനേക്കാളും പ്രയാസമാണ് എന്ന് ഇവൻ ചിന്തിക്കുവാൻ തുടങ്ങി. കാരണം ജീവിച്ചിരിക്കും തോറും അനേകർ ഈ കഥ ഇപ്രകാരം പരത്തിക്കൊണ്ടേയിരുന്നു. യോഹന്നാൻ ഇപ്രകാരം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വിശ്വാസികളായി ആ സമയത്ത് സഭയോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ രാജാവ് ഒരു തീരുമാനമെടുക്കുന്നു. ഇനിയും ഇപ്രകാരം യോഹന്നാനെ ഇവിടെ വച്ചുകൊണ്ടിരുന്നാൽ, അവൻ്റെ ജീവിതം ഇനിയും ഇപ്രകാരം തുറന്നുകൊണ്ടിരുന്നാൽ, ഇതും ഇനിയും ഈ ക്രിസ്തുവിനെ കുറിച്ച് അനേകർ കേൾക്കുവാനും ഇനി അനേകർ വീണ്ടും വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ യോഹന്നാൻ നിമിത്തമായി തീരും എന്ന് ഈ രാജാവ് കാണുകയാണ്. അവനെ കൊല്ലുവാൻ സാധിക്കാത്തത് കൊണ്ട്, അവനെ മരണപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ രാജാവിന് സാധിക്കാത്തത് കൊണ്ട് യോഹന്നാൻ്റെ 90-ാമത്തെ വയസ്സിൽ യോഹന്നാൻ ഈ രാജാവിനാൽ പട്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പട്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ പട്മോസ് ദ്വീപിലായ യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ സ്വയം ഒരു സാക്ഷ്യം ഇവിടെ എഴുതി അറിയിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, 90 വയസ്സ് പ്രായമുള്ള അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക്, മറ്റാരും കൂടെ ചെല്ലുവാനില്ലാത്തൊരവസ്ഥയിലേക്ക്, പട്മോസ് എന്ന പേരുള്ള ഒരു ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. മറിച്ച് പട്മോസ് ദ്വീപിൽ കുറ്റവാളികളായി പിടിക്കപ്പെടുന്നതായ ക്രിമിനൽസ് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പട്മോസ് ദ്വീപ്. ഈ പട്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ടവനായി, നിരാശയുടെയും കഷ്ടതയുടെയും ഒരു കൂട്ടായ്മയില്ല, വിശ്വാസികളില്ല, മറ്റാരെയും കാണുവാൻ സാധിക്കുന്നില്ല, മറ്റാരുമായിട്ടൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇവിടെ യോഹന്നാൻ പട്മോസ് ദ്വീപിൽ ആയിരിക്കുകയാണ്. 90 വയസ്സ് പ്രായമുള്ള യോഹന്നാൻ അവൻ ചിന്തിച്ചിരിക്കാം, ദൈവമേ, ഞാൻ 17 വയസ്സിൽ തുടങ്ങി ഈ നിമിഷം വരെയും ഞാൻ അങ്ങിൽ വിശ്വസ്തനായി ജീവിച്ചിരുന്നു. ഞാൻ 17-ാമത്തെ വയസ്സിൽ അംഗീകരിച്ചവനാണ്. ആ നിമിഷം മുതൽ എനിക്ക് 90 വയസ്സ് ഇന്ന് പ്രായമുണ്ട്. ഈ സമയം വരെയും എന്നെ കർത്താവ് അതിശയകരമായി പോറ്റി പരിപാലിച്ചു. അതിശയകരമായി ദൈവം എന്നെ വിടുവിച്ചു. എന്നെ എന്തുകൊണ്ട് ഈ 90-ാമത്തെ വയസ്സിൽ ഇപ്രകാരം ഒരു കഷ്ടം അനുഭവിക്കുവാനായിട്ട്, ഒരു പ്രയാസങ്ങളെ അനുഭവിക്കുവാനായിട്ട് എന്നെ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു പട്മോസ് ദ്വീപിലേക്ക് അയച്ചു എന്ന് യോഹന്നാൻ ചോദിച്ചു കാണുന്നിരിക്കാം. പ്രിയമുള്ളവരെ, ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക്,
മറ്റാരും സഹായിക്കുവാനില്ലാത്ത, മറ്റാരും ഒരു കൂട്ടായ്മ കൊടുക്കുവാനില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് യോഹന്നാൻ എത്തിച്ചെല്ലുകയാണ്. ഒരു കഷ്ടതയുടെ തീച്ചുള, ഒരൊറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് ഇവിടെ യോഹന്നാൻ സ്വയം എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പത്മോസ് ദ്വീപിൻ്റെ അനുഭവം, ഒരു പത്മോസിൻ്റെ അനുഭവം നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? ഒരൊറ്റപ്പെടുത്തലിൻ്റെ, മറ്റാരും സഹായിക്കുവാനില്ലാതെ, മറ്റാരും നമ്മോട് കൂടെ ചേർക്കുവാനില്ലാതെ, മറ്റാരും നമ്മോട് കൂടെ സഹകരിക്കുവാനില്ലാതെ, മറ്റാരും സഹകരിക്കുവാനില്ലാതെ സഹായിക്കുവാനില്ലാതെ ഒറ്റപ്പെട്ട്, കൂട്ടായ്മയില്ല, സഹവിശ്വാസികളില്ല, ഒരു ശുശ്രൂഷകനില്ല, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരു ദ്വീപിൽ ഇപ്രകാരം നിരാശയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം നാം ഇടയായി തീർന്നുണ്ട്. എപ്പോഴെങ്കിലും ഇവിടെ യോഹന്നാൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന കാല സമയത്ത് അവൻ ഇപ്രകാരം ആകുവാൻ തക്കവണ്ണം ദൈവം ഇവിടെ അനുവദിക്കുകയാണ്. ബാക്കിയെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇവിടെ യോഹന്നാനെ അനുവദിക്കുന്നു, അവനെ ഇടവരുത്തുന്നു. എന്നാൽ പത്മോസ് ദ്വീപിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം അവിടെ അനുവദിച്ചു കൊടുക്കുകയാണ്. തൻ്റെ സ്വന്തം സ്ഥലത്ത് അവന് കൂട്ടായ്മ ഉണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, ശുശ്രൂഷിക്കുവാനായിട്ട് അനേകരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പത്മോസ് ദ്വീപിലായ സമയത്ത് അവന് നോക്കുവാൻ, വയസ്സായ പടുക്കിളവന് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആരുമില്ല. വചനം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. വെറും കുറ്റവാളികൾ മാത്രം ജീവിക്കുന്ന ഒരു പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ നാടുകടത്തപ്പെടുകയാണ്. അവിടെ ഒറ്റപ്പെട്ടവനായി വേദപുസ്തകം പറയുന്നു, അവൻ കഷ്ടതയിൽ പങ്കാളിയായവനായി ഞാൻ പത്മോസ് ദ്വീപിൽ ആകുന്നു എന്ന് യോഹന്നാൻ സ്വയം സാക്ഷ്യം പറയുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന് വേണമെങ്കിൽ ചോദിക്കാം, എൻ്റെ ദൈവമേ ഇത്രത്തോളം എന്നെ നടത്തിയല്ലോ, എൻ്റെ ദൈവമേ എന്നെ ഇത്രത്തോളം അങ്ങ് വഴി നടത്തിയല്ലോ, എന്നെ ഇത്രത്തോളം അങ്ങ് പരിപാലിച്ച് പോറ്റിയല്ലോ, എന്തുകൊണ്ട് ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇപ്രകാരം ഒരു അപകടം, എന്തുകൊണ്ട് ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇപ്രകാരം ഒരു പ്രയാസം വരുവാൻ തക്കവണ്ണം അങ്ങ് അനുവദിച്ചു എന്ന് യോഹന്നാന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ഒരു പത്മോസ് ദ്വീപിൻ്റെ അനുഭവത്തിലേക്ക് യോഹന്നാൻ വന്നു ചേർന്നിരിക്കുകയാണ്. ഒറ്റപ്പെടുത്തലിൻ്റെ, മറ്റാരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് യോഹന്നാൻ വന്നു ചേർന്നിരിക്കുകയാണ്. 1-ാം അധ്യായം വെളിപാട് പുസ്തകം 10-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, എന്നാൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഈ ദ്വീപിലാകുന്നു. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മറ്റാരും സഹായിക്കുവാനില്ലാതെ, മറ്റാരും ഒരു കൂട്ടായ്മ നൽകുവാൻ എനിക്ക് സാധിക്കാതെ, വിശ്വാസികൾ ആരുമില്ലാതെ, എല്ലാവരും നഷ്ടപ്പെട്ടവനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ ഈ വയസ്സാം കാലത്ത് ഞാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്നു. എന്നാൽ അവിടെ വച്ച് ഞാൻ ആത്മവിവശനായി എന്ന് ഇവിടെ യോഹന്നാൻ നമ്മോട് സാക്ഷ്യം പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ആത്മവിവശനാവുക എന്ന് പറഞ്ഞാൽ? എന്താണ് ആത്മവിവശനാവുക എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവിൽ നിറയുക, അതാണ് ആത്മവിവശനാവുക എന്ന് പറഞ്ഞാൽ. ഇവിടെ യോഹന്നാന് ആദ്യമായിട്ടല്ല ഇവിടെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിനോടൊപ്പം ബാക്കി എല്ലാവരിലും പരിശുദ്ധാത്മാവ് വരികയും അവരെല്ലാവരും ധൈര്യത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ശരിക്കും ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം, എന്നാൽ ശരിക്കും ഒരു ആത്മാവിൻ്റെ അഭിഷേകം, ഒരു ആത്മാവിൻ്റെ അതിപ്രസരണം യോഹന്നാൻ ഉണ്ടാകുന്നത് പത്മോസ് ദ്വീപിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത, അവിടെ വെച്ചാണ് മറ്റാർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതായ അതിശക്തമായ പ്രവചനങ്ങളും ദൂതുകളും രഹസ്യങ്ങളും അടയാളങ്ങളും മർമ്മങ്ങളും ദർശനങ്ങളും സ്വപ്നങ്ങളും യോഹന്നാന് ലഭിക്കുവാൻ തക്കവണ്ണയായി തീർന്നത്. ഒരു പത്മോസ് ദ്വീപിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടാൽ അത് ഒരു പക്ഷേ നമ്മെ തള്ളിക്കളയുവാനോ, നമ്മെ ഒറ്റപ്പെടുത്തുവാനോ, നമ്മുടെ നിരാശയിലൂടെ നടത്തുവാനോ ആയിട്ടായിരിക്കണമെന്നില്ല. മറിച്ച് ഒരു ആത്മവിവശതയുടെ അവസ്ഥയിലേക്ക് നമ്മെ എടുത്തുകൊണ്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് അർത്ഥമായി ഒരു പക്ഷേ നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യോഹന്നാനെ പോലെ നാം ഒരു പക്ഷേ ഇന്ന് ഈ സമയങ്ങളിൽ ഒരു പത്മോസ് ദ്വീപിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ നമുക്ക് അവിടെ വെച്ചായിരിക്കും, നമുക്ക് ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതായ സമയത്തായിരിക്കും പലപ്പോഴും നാം കർത്താവിൽ ആത്മവിവശരായി തീരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു എങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിവശതയോടുകൂടി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, കാണുവാൻ, പറയുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആത്മവിവശരാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവോ? ഒരുപക്ഷെ നിങ്ങൾ കഷ്ടതയിലൂടെ നടന്നു പോകുന്നുവെങ്കിലും നിങ്ങൾ അവിടെ നിലവിളിക്കുവാൻ, അവിടെ കരയുവാൻ, അവിടെ പ്രയാസത്തോടുകൂടി അനേക വ്യാധികളെ ഉൾക്കൊണ്ടുകൊണ്ട് നിരാശരാകുവാനായിട്ടല്ല. നിങ്ങൾ അവിടെ ചിന്തിക്കുക, ഞാൻ ഇന്ന്
ഈ പടുവൃദ്ധ സമയത്തും അല്ലെങ്കിൽ മറ്റാരും സഹായിക്കില്ലാത്തതായ ഈ സമയത്ത് എന്നെ പട്മോസ് ദ്വീപിലേക്ക് ദൈവം അയക്കുകയാണ്. ഒറ്റപ്പെടുത്തലിൻ്റെയും മറ്റാരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ അയക്കുകയാണ്. എന്നാൽ നാം ചിന്തിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. യോഹന്നാൻ ഈ വാക്യത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു. എൻ്റെ ദൈവം സകലവും നന്മയ്ക്കായി കൂട്ടി വരുത്തും, എന്നെ അവിടേക്ക് അയക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്തോ വലിയ പദ്ധതി ഉണ്ട്. ഞാൻ എന്നെ മരിക്കുവാനായിട്ട് പല സമയത്തും അവൻ അനുവദിച്ചില്ല, എന്നാൽ മറ്റുള്ളവരൊക്കെയും കർത്താവ് വിട്ടുകൊടുത്തു, അനുവദിച്ചു. എന്നാൽ എന്നെ ഇപ്രകാരം തടുത്തു നിർത്തി, എന്നെ അവൻ സംരക്ഷിച്ചു. ഇന്ന് ഈ അവസാന നാളില് മരണസമയത്തിന് മുമ്പായിട്ട് എന്നെ കർത്താവ് പട്മോസ് ദ്വീപിലേക്ക് അയച്ചുവെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ട്, അതിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് യോഹന്നാൻ മനസ്സിലാക്കിയിരിക്കണം. കാരണം യോഹന്നാൻ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. ഇവിടെ യോഹന്നാൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ആകെ 5 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ 1-ാം ലേഖനം, 2-ാം ലേഖനം, 3-ാം ലേഖനം, അതോടൊപ്പം വെളിപാട് പുസ്തകം. അതിലേറ്റവും പ്രധാനമായത് പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം തന്നെയാണ്. കാരണം ലോകത്ത് വരാനിരിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവം വിവരിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്വമേറിയ ഭാവിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും മഹത്വമേറിയ ദൂതുകൾ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ലഭിക്കുന്നത് അവൻ പത്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ട് മറ്റാരുമില്ലാത്തതായ അവസ്ഥയിൽ കർത്താവായ ദൈവം അവന് ആത്മവിവശ നൽകുകയും ആത്മാവിൻ്റെ അതിപ്രസരണം അവന് നൽകുകയും ഇവിടെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത പ്രത്യേകമായ ദൂതുകളും പ്രവചനങ്ങളും യോഹന്നാൻ നൽകുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഇപ്രകാരം ഒരു പട്മോസ് ദ്വീപിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നവരാണ് എങ്കിൽ നമ്മിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്. ഭാവി പറയുവാൻ, ഭാവി അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം യോഹന്നാനിലൂടെ പട്മോസ് ദ്വീപിലിരുന്നു കൊണ്ട് ഇടവരികയാണ്. പ്രവചനങ്ങളും ദർശനങ്ങളും ധാരധാരയായി യോഹന്നാൻ അപ്പോസ്തലന് ആ പട്മോസ് ദ്വീപിൽ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം നാം ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ നമ്മൾ നടന്നു പോകുന്നവരാണ് എങ്കിൽ, നാം മറ്റാരുമില്ലാതെ ഒരു ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് എങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം എനിക്കായിട്ട് എന്തോ വലിയൊരു ഭാഗ്യം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരുക്കമുള്ളവനായിരുന്നാൽ, ഞാൻ ഒരുക്കത്തോടുകൂടി ക്ഷമയോടെ കാത്തിരിപ്പാൻ തക്കവണ്ണം എനിക്ക് മനസ്സുണ്ട് എങ്കിൽ യോഹന്നാനെ പോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ആത്മവിവശനാകുവാൻ, കർത്താവിൽ പൂർണ്ണമായും ആത്മാവിൽ ജ്യോതിതമായി കൊണ്ട് അതിൻ്റെ പ്രസരണത്തോടുകൂടി ദൈവത്തിനുവേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ആ സമയത്ത് സാധിക്കും എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ യോഹന്നാനെ പോലെ ഒരിക്കലും ആരും ചെയ്തിട്ടില്ലാത്ത, ഒരിക്കലും ആരും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ആത്മപ്രസരണത്തിൻ്റെ അവസ്ഥയിലേക്ക് നമുക്കും എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ്. നമുക്ക് വേണ്ടത് അധികമായ ക്ഷമയോടുകൂടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും അപ്രകാരം ഒരനുഭവം അടുത്തറിയുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ദർശനത്തിൽ പട്മോസ് ദ്വീപിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ്. അത് അവൻ നേരത്തെ കണ്ടതായ അതേ രൂപമല്ല. താൻ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും അധികം കാണുവാൻ ആഗ്രഹിച്ച ആ വ്യക്തിയുടെ രൂപം, കർത്താവായ ദൈവത്തിൻ്റെ രൂപം ഇവിടെ പട്മോസ് ദ്വീപിൽ ഇരുന്നു കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്. 7 നിലവിളക്കിൻ നടുവിൽ പൊൻകച്ച അണിഞ്ഞുകൊണ്ട് എത്ര മനോഹരമായ ആ രൂപം! ആർക്കും പേടി തോന്നുന്ന, ആരെയും ഭയപ്പെടുത്തുന്ന അതിമനോഹരമായ തേജസ്സിൻ്റെതായ ആ രൂപം ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ കാണുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു, അവൻ്റെ മുഖം സൂര്യൻ പ്രകാശിക്കും പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ എൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കാൽക്കൽ വീണു. കർത്താവായ യേശുവിനെ കാണുകയാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ. അവനെ കണ്ടിട്ട് അവൻ മരിച്ചവനെ പോലെ ഒന്നും വെച്ചിരിക്കുവാൻ തോന്നും സാധിക്കാതെ വളരെയധികം പ്രയാസത്തോടു കൂടി അത് കണ്ട മാത്രയിൽ ഇവിടെ യോഹന്നാൻ വീണു പോവുകയാണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദർശനം, യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഈ പട്മോസ് ദ്വീപിൽ യോഹന്നാന് ദൈവം ഒരു അവസരത്തെ കൊടുക്കുകയാണ്. ഇവിടെ കർത്താവായ ദൈവം വീണ്ടും പറയുന്നു 17-ാമത്തെ വാക്യം,
അവൻ അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം പത്മോസ് ദ്വീപിൽ ഇപ്രകാരം അനുഭവങ്ങളെ സഹിക്കുമ്പോൾ, ഇപ്രകാരം നാം അനേക കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും നാം സഹിക്കുമ്പോൾ, ഒന്നാമതായിട്ട് ദൈവം നമ്മെക്കുറിച്ച് വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് അവൻ നമ്മെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് അവനെ തന്നെ നമുക്ക് കാണിച്ചു തരുവാൻ, അവനെ തന്നെ ദർശനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ മൂന്ന് കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിച്ചാൽ, കഷ്ടതയുടെ ഏറ്റവും വലിയ പാഠം, നാം എത്രത്തോളം പ്രയാസങ്ങളോടെ കടന്നു പോകുന്നവരായിരുന്നാലും, എത്രത്തോളം കഷ്ടതയിലൂടെ നാം നടന്നു പോകുന്നവരായിരുന്നാലും, നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, നാം യേശുവിൽ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, നമുക്കും യോഹന്നാനെ പോലെ ഒരു ആത്മവിമർശനയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കും യോഹന്നാനെ പോലെ ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ തക്കവണ്ണം, യേശുവിനെ കണ്ട് അവനുമായി സന്തോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആ കഷ്ടങ്ങളിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ ദൈവം എൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണ. എൻ്റെ ദൈവം എൻ്റെ കഷ്ടതയിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണ. കാരണം ദൈവം അവരോടുകൂടെ ഇരിക്കുമെന്നുള്ളതിന് യഥാർത്ഥമായ ഒരു ഉദാഹരണമാണ് യോഹന്നാൻ്റെ പത്മോസ് ദ്വീപിലെ അനുഭവം. അവിടെ കുറ്റവാളികളുടെ നടുവിൽ ഒറ്റപ്പെട്ടവനായി, ഒരു കുറ്റവാളിയെപ്പോലെ അവിടെ ജീവിക്കുമ്പോൾ, ഒറ്റപ്പെട്ടവനെ പോലെ അവിടെ കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെ യോഹന്നാന് ദൈവത്തിൻ്റെ അതിശക്തമായ വെളിപ്പെടുത്തൽ ലഭിക്കുകയാണ്. അതിലൂടെ വെളിപാട് പുസ്തകം എഴുതുവാൻ തക്കവണ്ണം യോഹന്നാന് ദൈവം ഒരവസരത്തെ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒരു പക്ഷേ ഇന്ന് ഇപ്രകാരം ഈ കഷ്ടങ്ങളിലൂടെ നാം നടന്നു പോകുന്നുവെങ്കിൽ നാം നിരാശരാകേണ്ട ആവശ്യം നമുക്കില്ല. നാം പ്രയാസപ്പെട്ട് തലകുനിച്ച് ആരുമില്ലാത്തവരെ പോലെ നാം അഭിനയിക്കേണ്ടതായ ആവശ്യം നമുക്കില്ല. നാം ധൈര്യത്തോടു കൂടി അവൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുവാൻ, അവൻ എന്നെ വിളിച്ചിരിക്കണം നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ദൈവം ഒരവസരം നൽകിയിരിക്കുകയാണ്. ഇവിടെ യേശുവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയായ യോഹന്നാനെ പോലെ നിങ്ങൾക്കും യേശുവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, നാം ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമുക്ക് യോഹന്നാനെ പോലെ, അവൻ ആത്മവിവശനായതുപോലെ, നമുക്കും ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവൻ്റെ വേല ചെയ്യുവാൻ, ആ വേലയിൽ പൂർണ്ണമായും നാം പ്രാപ്തരായി തീരുവാൻ, അഭിഷേകം പ്രാപിച്ചവൻ്റെ വൻ വേലകൾ അന്ത്യകാലത്ത് ചെയ്യുവാൻ നമുക്കും തീർച്ചയായും സാധിക്കും. എന്നാൽ ഇന്ന് കാണുന്ന ഒരു പ്രവണത, കഷ്ടതകളിലൂടെ നാം നടന്നു പോകുമ്പോൾ അനേകർ നമ്മോട് പറയും, സഹോദര സഹോദരി, നിന്നെ ദൈവം കൈവിട്ടു, നിന്നെ ദൈവം ഒറ്റപ്പെടുത്തി, നീ വലിയ പാപിയാണ്, എന്തോ വലിയ തെറ്റ് നീ ചെയ്തിരിക്കുന്നതാണ്, ദൈവം നിന്നെ കൈവിട്ടു, നിന്നെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഇപ്രകാരം കഷ്ടത വരുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. എന്നാൽ കഷ്ടത അനുഭവിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ കൂട്ടാളികളാണ് എന്ന് നമ്മെ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ആ കഷ്ടതയിലൂടെ നടന്നു നീങ്ങുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അതിപ്രസരണം ഉണ്ടാകുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവർ. അപ്രകാരം നാം നടന്നു നീങ്ങുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ഓടി ഒളിക്കാതെ, ഒരിക്കലും നിരാശരായി മാറിക്കളയാതെ, പത്രോസിനെ പോലെ, ഇവിടെ യോഹന്നാനെ പോലെ ധൈര്യത്തോടെ നിൽക്കുവാൻ, ധൈര്യത്തോടു കൂടി എൻ്റെ ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്കായി കൂട്ടി വരുത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാൻ, നടക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കും ലഭിക്കും പരിശുദ്ധാത്മാവ്. അത് ലഭിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്രകാരം നടന്നു നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ അന്ത്യകാല സമയത്ത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പത്മോസ് ദ്വീപിൻ്റെ അനുഭവത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നവരാണ് എങ്കിലും, കർത്താവേ, ഈ അനുഭവത്തിൽ ഞങ്ങൾ നന്മകളെ കാണുവാൻ, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ അനുഭവിച്ചറിയുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ യോഹന്നാൻ ആത്മവിവശനായതുപോലെ കർത്താവായി ദൈവം അടിയങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ നൽകി അന്ത്യത്തോളം നടത്തുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.